ഹലോ, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 7 മണിയായിട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് കാപ്പിയും കുറച്ച് മിച്ചറും കഴിക്കാൻ വിചാരിച്ചു. ഇന്ന് എന്താ പറയുക, മദ്രസ മക്കൾക്ക് മദ്രസ റേഞ്ചാണ്. ഇന്നലെ ഇല്ല, ഇന്നും ഇല്ല. ഇനിയിപ്പോൾ നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നാളെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നല്ലൊരു കിട്ടില്ല കുട്ടിയെ കിട്ടിയത് കേട്ടോ. നല്ലൊരു എനർജിക്ക് ആവണമെങ്കിൽ എനിക്ക് രാവിലെ ഒരു ഗ്ലാസ് കാപ്പി കുടിക്കണം. കാപ്പി, കട്ടൻ ചായ, എന്തെങ്കിലും ഒന്ന് അകത്താക്കണം. അപ്പോൾ വിചാരിച്ച് കുറച്ച് മിച്ചറും ചായയും കുടിക്കാൻ വിചാരിച്ച്. പിന്നെ ഇന്നലെ അരി കുതിർത്താൻ മറന്നു പോയിട്ട് രാത്രി. അപ്പോൾ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വിചാരിച്ചു. റവേൻ്റെ ഉപ്പുമാവാണ്. അപ്പോൾ അവൾക്ക് നല്ലോണം ഒന്ന് വറുത്തെടുത്ത് അങ്ങനെ ഉപ്പുമാവിൻ്റെ പരിപാടി നോക്കുകയാണ് കേട്ടോ. ആദ്യം ഒരു ഗുളിക ഒഴിച്ചിട്ടോ, നെഞ്ചരിച്ചിൽ കൂടുതലാണ്. ഈ പ്രഗ്നൻസി സമയമായപ്പോൾ തുടങ്ങിയതാട്ടോ. ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് ക്യാരറ്റ് ഇല്ലയെന്ന് മനസ്സിലായത്. ക്യാരറ്റ് എനിക്ക് ഇഷ്ടമാണ് ഉപ്പുമാവിലിടാൻ. അപ്പോൾ ക്യാരറ്റ് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, ഉഴുന്ന്, കടുക്, അങ്ങനെ കറിവേപ്പില അതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ക്യാരറ്റ് ഇടുന്നത്. അപ്പോൾ ഇല്ലാത്തത് ഇപ്പം എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഉള്ളിക്ക് ചെറിയൊരു കേടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളി അന്ന് ഞാൻ നെസ്റ്റോ പോയപ്പോൾ വാങ്ങിച്ചതാണ്. അതിൻ്റെ ശേഷം തക്കാളി 2 പ്രാവശ്യം വാങ്ങി. ബാക്കി സാധനം വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ എന്താ പറയുക, എപ്പോഴാണ് പോകേണ്ടി വരിക ചില സാധനങ്ങൾ. അങ്ങനെ പച്ചക്കറി ഐറ്റംസ് കമ്മിയായിട്ടാണ് മേടിക്കുന്നത് ഇപ്പോൾ. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കുമല്ലോ. ഇപ്പോൾ കമ്മിയായിട്ടാണ് മേടിക്കണത്. എന്താ വെച്ചാൽ നമ്മൾ പോയാൽ വെറുതെ നാശാക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. അതുകൊണ്ട് കുറച്ച് പച്ചക്കറി ഐറ്റംസ് വാങ്ങലുള്ളൂ കേട്ടോ. മോനും അമ്മച്ചിൻ്റെ പുറത്തുനിന്ന് എന്താ പറയുക, പൂച്ചക്കുട്ടിയെ കളിപ്പിക്കണം. അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും കറിവേപ്പില എങ്ങനെയാണ്? കറിവേപ്പിലയോട് വേറൊരു ഇഷ്ടമുണ്ടോ? എന്ത് സാധനം നമ്മൾ ഇറച്ചിയായാലും മീനായാലും ഉപ്പേരികളായാലും ഇതുപോലത്തെ എന്തായാലും ഞാൻ കുറേ ഇടും. ഞാൻ അങ്ങനെ കേട്ടോ, കുറേ ഇടും. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഫ്ലേവർ കേട്ടോ. ഏകദേശം എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ എന്തുണ്ടാക്കി കഴിഞ്ഞാലും കുറേ പാത്രം കഴുകാൻ ഉണ്ടാവുമല്ലോ. ഇന്നിപ്പോൾ ഒരുപാട് പാത്രങ്ങളൊന്നുമില്ല. നമ്മൾ നൈറ്റ് ഫുള്ള് റെഡിയാക്കി കിടക്കണതുകൊണ്ട് അത്ര പാത്രങ്ങളില്ല കേട്ടോ. എന്താ പറയുക, ഇപ്പം പേടിയാണ്. ഒരു പാത്രം തന്നെ ബാക്കിയായാൽ തന്നെ പേടിയാണ്. പഠിച്ചോനെ, നമ്മൾ എപ്പോഴാണ് പോകേണ്ടി വരിക, നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരിക എന്നറിയില്ലല്ലോ. അതുകൊണ്ട് വേഗം ക്ലീനാക്കി എടുത്തു കേട്ടോ. പിന്നെ താണകളൊക്കെ തുടച്ച്, പിന്നെ ഈ പുട്ടുണ്ടാക്കൽ, പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കൽ കഴിഞ്ഞാൽ എന്തായാലും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ. സ്ലാബ് ഫുൾ അതിൻ്റെ പൊടിയായിരിക്കും. നമ്മൾ എത്ര തുടച്ചാലും ഉണ്ടാവും അവിടെ ഇവിടെ പറ്റി പിടിക്കുന്നത്. എനിക്ക് ഏറ്റവും ഒരു വെറുപ്പുള്ളൊരു കാര്യമായിട്ട് എപ്പം അങ്ങനെ തന്നെ. ബാക്കി നമുക്ക് ദോശയും കാര്യങ്ങളൊന്നും ഒരു പ്രശ്നവുമില്ല. പുട്ടും ഉപ്പുമാവും ഇതുണ്ടാക്കി കഴിഞ്ഞാൽ മക്കൾ തിന്നെടുത്തും ഉണ്ടാവും, ഉണ്ടാക്കിയെടുത്തും ഉണ്ടാവും, എല്ലായിടത്തും അതിൻ്റെ പൊടി ഉണ്ടാവും കേട്ടോ. പിന്നെ പാത്രമൊക്കെ ഉമ്മച്ചിയാണ് കഴിക്കുന്നത്, ഞാൻ കഴുകാൻ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അകത്തേക്ക് പോയി ബെഡ്ഷീറ്റൊക്കെ ഒതുക്കി പെറുക്കണ്ടേ വിചാരിച്ചിട്ട് അകത്ത് പോയി എല്ലാം ഒതുക്കി പെറുക്കി വെച്ചു. പിന്നെ അതൊരു പണിയാണല്ലോ, രാവിലെ എല്ലാം തട്ടിക്കൊട്ടി വിരിച്ച പോലാക്കി വെക്കണ്ടേ. അപ്പോൾ ആ പരിപാടിയാണ്. അപ്പോൾ ഒരു റൂമത്തെ ചെയ്തിട്ടുള്ളൂ, 2 ബെഡ്റൂമാണ്. അപ്പോൾ ഒന്നിൽ മോൾ ഉറങ്ങുകയാണ്, മോൾ എണീച്ചിട്ടില്ല. അപ്പോൾ ഒരു റൂമത്തത് ഏകദേശം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ വലിയ പുതപ്പൊക്കെ മടക്കലൊരു സാഹസിക പോലായിട്ടുണ്ട്. വയ്യ. ആദ്യമൊന്നും നമുക്കൊരു പ്രശ്നമില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊക്കെ പൊക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ പറയാം, ആദ്യം നമുക്ക് ചെയ്യണ പോലെ അങ്ങോട്ട് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ വീഡിയോ കുറച്ച് സ്പീഡാക്കണോണ്ട് നിങ്ങൾക്ക് അവയും ചെയ്യുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. പിന്നെ സോഫേൻ്റെ അവിടെ നന്നാക്കലും, ജനൽ തുറന്നിടുക,
ആ പരിപാടിയൊക്കെ. പിന്നെ അതും ഇതൊക്കെ പെറുക്കി എടുക്കാനുണ്ടാവും. നേരം വെളുത്ത പെറുക്കലാണ് പണി. ഏറ്റവും വലിയ പണി നേരം വെളുത്ത പെറുക്കി എടുക്കുക. അതും ഇതും അവിടെയും ഇവിടെയൊക്കെ ആയിരിക്കും, എല്ലാം സ്ഥാനം തെറ്റിയിട്ടായിരിക്കും. അപ്പോൾ മീൻ വന്നിരുന്നു, ഞാൻ രാവിലെ വിളിച്ചു പറഞ്ഞിരുന്നു കേട്ടോ മീൻ വേണമെന്ന്. അപ്പോൾ ഇന്ന് മത്തിയും കോരയും മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് മത്തിയും കുറച്ച് കോരയും മേടിച്ച് പിന്നെ എന്നിട്ട് വേഗം പോയി ചായ കുടിക്കാനിരുന്നു കേട്ടോ. നല്ല വിശക്കുണ്ട്. അപ്പോൾ ഉപ്പുമാവും കട്ടൻ ചായയും. അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടാട്ടോ കഴിക്കണേ. നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കണമെന്ന് പ്രതീക്ഷിക്കുക. അതുകൊണ്ട് നമ്മൾ പഴമൊന്നും മേടിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ തിന്നു കേട്ടോ. പിന്നെ ഇന്നലെ അപ്പുകാരൻ്റെ ഏട്ടന് വന്നിരുന്നു രാത്രി, തൃശ്ശൂരിലെ ഏട്ടന്. ഞാൻ പറഞ്ഞല്ലോ മറ്റേ ചെറിയ വീഡിയോയിൽ. അപ്പോൾ കാക്ക ഇത് കൊണ്ടുവന്നിരുന്നു, മാങ്ങ കൊണ്ടുവന്നിരുന്നു. അപ്പം ആ മാങ്ങ എന്തൊക്കെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെറുതൊന്ന് ഇരുന്ന് തിന്നിട്ടാ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കറിപ്പരിപാടിയിൽ നോക്കി. മീൻ കറിക്കുള്ളതൊക്കെ അടുപ്പത്ത് വെച്ചു. മീൻ മസാലയൊക്കെ കൂട്ടാൻ നോക്കി. പിന്നെ കുറച്ച് കോരയും കുറച്ച് മത്തിയും പൊരിക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ മത്തി മുളക് കൂട്ട്. മീനിപ്പോൾ പൊരിക്കൂല കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഏകദേശം ഒരു സമയമാകുമ്പോൾ കേട്ടോ ഞാൻ മീൻ പൊരിക്കാറ്. ആദ്യം അങ്ങനെ തന്നെ, ഇപ്പം എന്നല്ല, ആദ്യം അങ്ങനെ തന്നെ. അത് അപ്പുകാക്ക് അങ്ങനെയായിരുന്നു ഇഷ്ടം. അപ്പുകാക്ക് ചൂടോടെ പൊരിച്ചിട്ടായിരുന്നു ഇഷ്ടം. അങ്ങനെ ശീലമായതാണ്. അപ്പോൾ ലാസ്റ്റ് വെച്ചിട്ട് മീൻ പൊരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് റെഡിയായി. ഞാൻ വിചാരിച്ചു കുറച്ച് മത്തൻ്റെ ഇല പറിക്കുക. വലിയ വള്ളിയൊന്നുമില്ല, ചെറിയ വള്ളി, എന്നാലും 2 ഇല പൊട്ടിക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ. അതിൽ 2 ഇല പൊട്ടിച്ച് താളിക്കാൻ വിചാരിച്ചു. എനിക്ക് ആ ഇല താളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം മീൻ കറി ഉണ്ടായാലും ഇറച്ചിക്കറി ഉണ്ടായാലും പരിപ്പോ അല്ലെങ്കിൽ ഇലയോ എന്തെങ്കിലും താളിച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് പൊട്ടിക്കാനുള്ള തത്രപ്പാടിലാണ്. ആകെ ഒരു ഉണക്കവള്ളിയാണ്, വലിയ കുറേ ഇലകളൊന്നുമില്ല. എന്നാലും അതിൽ രണ്ടെണ്ണം പൊട്ടിക്കും കേട്ടോ. ആദ്യം നമ്മൾ എന്തെങ്കിലും പച്ചക്കറീൻ്റെ വിത്തെല്ലാം ഇട്ട് അവിടെയെല്ലാം ഉണ്ടാവുമായിരുന്നു. ഇപ്പം അങ്ങനെ ഉണ്ടാവണില്ല. അപ്പോഴേക്കും കിളികളും കുരങ്ങന്മാരെല്ലാം പെറുക്കി തിന്നതുകൊണ്ട് അങ്ങനെ ഉണ്ടാവണില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കറികളൊക്കെ ആയി. ഇനി ഒന്ന് കുളിച്ചിട്ട് വരണം. കിച്ചണൊക്കെ ഒന്ന് ഏകദേശം ക്ലിയർ ആക്കി. ഇനിയിപ്പോൾ മീൻ പൊരിക്കാനുണ്ടല്ലോ, അതുകൂടെ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ക്ലിയർ ആക്കുക വിചാരിച്ചിട്ടാട്ടോ. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. നീ ഒന്ന് നല്ലോണം ഒന്ന് കുളിക്കണം. കുളിച്ച് കഴിഞ്ഞിട്ട് വേണം മീൻ പൊരിക്കാൻ. അങ്ങനെ ചോറ് നനിരുന്ന് മീൻ കറിയും മത്തൻ്റെ ഇല താളിച്ചതും മാങ്ങപ്പിലിട്ടതും മീൻ പൊരിച്ചതൊക്കെ കൂട്ടി ചോറുന്നാണ്. പിന്നെ മോൾക്ക് നേരത്തെ ചോറ് കൊടുത്തിട്ട് ഓനക്ക് മത്തൻ്റെ ഇലയും ഒരു കോഴിമുട്ടയും പൊരിച്ചു കൊടുത്തു. ഓന് മീൻ കൂട്ടില്ല, ഒരു മീനും ഓനും കൂട്ടില്ല. അപ്പോൾ ഓനക്ക് അതൊക്കെ കൂട്ടി ചോറെല്ലാം കൊടുത്ത്. പിന്നെ മോളില്ല, മോള് പോണ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഒന്ന് നമ്മളെ അമ്മായിൻ്റെ ഒരു മോൻ മരിച്ചിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം. അപ്പോൾ അവിടെ നിന്ന് 3 അപ്പോൾ എൻ്റെ മുത്തച്ഛൻ്റെ കൂടെ മോൾ അങ്ങോട്ട് പോയി. അപ്പോൾ മോളില്ല. പിന്നെ അമ്മച്ചി തിന്നിട്ടില്ല, അമ്മച്ചി കുളിച്ചിട്ടില്ല. അമ്മച്ചി കുറച്ച് കഴിഞ്ഞിട്ട് തിന്നു പറഞ്ഞിട്ട് അമ്മച്ചി തിന്നില്ല. അപ്പോൾ എനിക്കിപ്പോൾ വിശപ്പിൻ്റെ അസുഖമാണല്ലോ, അതുകൊണ്ട് ഞാനിതാ ചോറ് തിന്നു. നല്ല രസത്തിൽ അടിപൊളിയായി ചോറുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോസ് എല്ലാവരും കാണണം. ടാറ്റാ, ബൈ ബൈ, സീ യു.